ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവിക്ക്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12:40 ആയിട്ടുണ്ട്. ഇന്ന് ജൂൺ 6 ഡേറ്റ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റഡി വ്ളോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അഗ്നിയിലും ഒരു 2 ക്ലാസ് 3 ക്ലാസ് കാണാൻ ബാക്കിയുണ്ട്. കിങ്സ് ലെവനിൽ എത്ര ക്ലാസ് ഉണ്ട് എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കറിയാം കിങ്സ് ലെവനിൽ ഇത്ര ബാക്ക്ലോഗ്സ് വെക്കാൻ പാടില്ല. കിങ്സ് ലെവനിൽ ഒരിക്കലും നമ്മൾ ബാക്ക്ലോഗ്സ് വെക്കാൻ പാടില്ല. കാരണം അത് പിന്നെ ബാക്കപ്പ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റാണ്. ബാക്ക്ലോഗ്സ് കിങ്സ് ലെവലിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. കാരണം അത് ഡെയിലി 2 ഹവറിൻ്റെ ക്ലാസ്സൊക്കെ 2 ഉണ്ടാവും ഇപ്പോൾ. അപ്പോൾ ഇനി മുന്നോട്ട് എത്ര ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അഗ്നിയിലും കിങ്സ് ലെവലിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല, കിങ്സ് ലെവലിൽ മാത്രം കണ്ടാൽ മതി എന്ന്. പക്ഷേ ഞാൻ 2 കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്സ് ലെവലിൽ കുറച്ച് ബാക്കിലാണ് ക്ലാസ് എടുക്കുന്നുള്ളത്. സിലബസ് കുറച്ച് ബാക്കിലാണ്. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നുള്ളത്. എന്നാലും കുറച്ച് ബാക്കിലാണ് ക്ലാസ് എടുക്കുന്നുള്ളത്. അഗ്നിയിൽ കറക്റ്റ് ആ ഒരു നമുക്ക് എത്ര ചാപ്റ്റർ ഫിനിഷ് ആവേണ്ട ആ ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 കൂടി കാണുന്നില്ല. ഇപ്പം സമയം ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ 2 ബാച്ചിലത്തെ ക്ലാസ് കാണൂ. അല്ലെങ്കിൽ ഞാൻ സ്കൂളൊക്കെ തുടങ്ങിയാൽ ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കിങ്സ് ലെവലിൽ കാണും. ബാക്കിയുള്ള സബ്ജക്റ്റ് ഞാൻ അഗ്നിയിൽ കാണും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ 2 ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ എനിക്കറിയാം കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ചെറിയ തിരക്കിലുമായി. പിന്നെ വ്ളോഗ്സിന് അത്ര ആൾക്കാർ എന്താ അത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഇപ്പോൾ ഏകദേശം 1:41 കേട്ടോ. ഞാൻ ഇൻട്രോ എടുത്തത് കുറച്ച് മുൻപാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഒരു ക്ലാസ് കണ്ടു. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ വൺ പീസ് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എപ്പിസോഡ്. അപ്പോൾ എന്തായാലും ഇത്രയും മാത്സിൻ്റെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാണാം. അതിൻ്റെ ടൈം ലാപ്സ്ഡ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് അഗ്നിയിലെ മാത്സിലെ ക്ലാസ്സാണ്. അതായത് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്ക്ലോഗ്സ് ഒക്കെ എനിക്കുണ്ട് 2ലും കൂടിയിട്ട്. അപ്പോൾ അതിന്ന് എന്തായാലും ഫിനിഷ് ചെയ്യും. സോ ഗൈസ്, നമുക്കിപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സും ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സമയം ഏകദേശം 1:56 ആയിട്ടു. അപ്പോൾ നമ്മളിപ്പം എന്തായാലും വിശക്കുന്നൊന്നുമില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി എന്തായാലും നമ്മളിപ്പോൾ സെറ്റ്സിൻ്റെ പാർട്ട് 5 കാണുന്നില്ല. അതിനു മുന്നേ ഞാൻ അഗ്നിയിലെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫിസിക്സിലും നമുക്കിപ്പോൾ എല്ലാത്തിലും കുറച്ച് ക്ലാസ് കാണാൻ ബാക്കിയുണ്ട്. ചാപ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ചാപ്റ്റേഴ്സിലേക്കൊന്നും കടന്നിട്ടില്ല കിങ്സ് ലെവലിൽ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഡ്രീം ലാബ്, മാത്സിൻ്റെ ഒരു ഡ്രീം ലാബ് ക്ലാസ് കാണാൻ ബാക്കിയുണ്ട്. അതെന്തായാലും കണ്ടിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഡ്രീം ലാബിൻ്റെ ലാസ്റ്റ് പാർട്ട് കാണുകയാണ്. ഇപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ മുന്നിൽ ഞാൻ വൺ പീസിൻ്റെ എപ്പിസോഡ് കാണാൻ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്ലാസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, നമുക്കങ്ങനെ ഡ്രീം ലാബിൻ്റെ ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രീം ലാബ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഒരു സബ്ജക്റ്റിലും നമുക്ക് ഡ്രീം ലാബ് കാണാൻ ബാക്കിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എന്തായാലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ, അതായത് ഫിസിക്സിലെ ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്തു കിങ്സ് ലെവലിൽ. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കിങ്സ് ലെവലിലും അഗ്നിയിലും ബ്രോ 2ലും കാണണ്ട, ക്ലാസ് കാണണ്ട എന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്. 2ലും ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ടൈമിലുള്ളതുകൊണ്ട് കണ്ടതാണ്. ഇനി എന്തായാലും ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ ഒരു ക്ലാസ് കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കാണുമ്പം വെറുതെ ആയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറേ ഡീപ്പായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അഗ്നിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കാണുന്നില്ല. ഞാനിപ്പോൾ പകുതിക്ക് ഞാൻ യൂട്യൂബിൽ നിന്നാണ് അത് എടുത്തത്. കാരണം നമ്മുടെ ആപ്പിൽ യൂട്യൂബ് ക്ലാസ്സാണ് ഒരു ഭംഗിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പാർട്ട് 2 ക്ലാസ്സാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ പാർട്ട് 2 ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഏകദേശം 3:34 ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾക്കൊക്കെ വിചാരിച്ച സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നും കൂടെ പറയാം. ഞാൻ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് കണ്ടവർക്ക് അത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കമൻറ്റും വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അതാണ്. എന്തൊരു സിസ്റ്റമാണിത്. അപ്പോൾ ആ ഒരു കമൻറ്റ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പോയെന്ന് വായിച്ചാൽ നിങ്ങൾക്കും ഉപകാരമൊന്നുമില്ല. വായിച്ചാൽ അത്ര ഇത് മാത്രം ഉള്ളൂ. അപ്പോൾ സമയം ഏകദേശം 4:23 നമുക്ക് ഫിസിക്സിലെ എല്ലാ ക്ലാസ്സും തീർന്നു.
മാത്സിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു സെറ്റ്സിൻ്റെ. അത് ഞാൻ എന്തായാലും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കെമിസ്ട്രിയുടെ ക്ലാസ്സാണ് ഇരുന്നിട്ടുണ്ട്. ഞാനിപ്പം യൂട്യൂബിലാണ് കേട്ടോ. ആപ്പിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കാണാൻ ഭംഗിയില്ല, അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ പോയി കാണും. ആപ്പിൽ നമുക്ക് യൂട്യൂബ് ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആപ്പ് ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ ആപ്പിൽ യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നൊരു ക്ലാസ് ഉണ്ടാവും ചിലപ്പം, അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് തന്നെ പോയി ഈ കണ്ടു ക്ലാസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ലാപ്സ് വീഡിയോ കണ്ടിട്ടുവാ. എൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു ഗൈസ്, ഞാനിപ്പോൾ എഴുതുന്നുള്ളത് ഏതൊക്കെയോ നോട്ടിലാണ് എല്ലാത്തിൻ്റെ നോട്ട്സ് എഴുതുന്നുള്ളത്. അത് പൊട്ടത്തെറ്റാണ്, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തായാലും നോട്ട്സ് വാങ്ങിച്ചില്ല, നോട്ട്സൊക്കെ വാങ്ങിക്കണം, ഉടനെ തന്നെ വായിക്കാം. അതിൻ്റെ വ്ളോഗ് ആണെങ്കിൽ ചിലപ്പോൾ ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നോട്ട്സ് ഉണ്ടാക്കിയിട്ട് വേണം കറക്റ്റായിട്ട് പഠിക്കാൻ, ഐ മീൻ കറക്റ്റായിട്ട് നോട്ട്സൊക്കെ എഴുതാൻ. സോ ഗൈസ്, നമുക്കിപ്പം കെമിസ്ട്രിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കിങ്സ് ലെവനിലെ മൊത്തം ബാക്ക്ലോഗ്സ് കവറായി. സമയം ഏകദേശം 5:09 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയറായി. ഇനിയും എന്തായാലും ചെയ്യണം, ഇനിയും കുറച്ച് സമയമുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ആപ്പൊന്ന് മുഴുവനായി എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ, ഞാൻ ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയറായി. അപ്പോൾ ഇനി എന്തായാലും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കാനൊന്നുമില്ല, കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഐപാഡിലാണെങ്കിൽ ചാർജും കുറവാണ്, 17% മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോയി ചാർജിനൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്ന് അപ്പോൾ ആലോചിക്കാം. സോ ഗൈസ്, അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റിനൊക്കെ ശേഷം നമ്മളിപ്പോൾ 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുവരെ നമ്മുടെ ഐപാഡ് കുറച്ച് ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാർജിനൊക്കെ പ്ലഗ് ഇൻ ചെയ്തിച്ച്. അപ്പോൾ ഇനി നമുക്ക് ആപ്പൊന്ന് ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ കേട്ടോ, എന്തെങ്കിലും പരിപാടി എവിടെയെങ്കിലും ബാക്കിയുണ്ടോ. നമുക്ക് പിന്നെ ഗുരു എനേബിൾ ആയിട്ടോ ഗൈസ്, ഗുരു എനേബിൾ ആയി, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആപ്പിൻ്റെ നമുക്ക് പേൾ വീഡിയോസിൽ ഒരുപാട് DPPs അവൈലബിൾ ആണ് ഗൈസ്. അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കിങ്സ് ലെവനിൽ ഫിസിക്സിൻ്റെ ക്ലാസ് നടക്കേണ്ട ടൈമായിട്ടുണ്ട്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ടെലിഗ്രാം എടുത്തിട്ടുണ്ട്. ടെലിഗ്രാം എന്തിനാണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഹമ്മദ് ഹാഷിർ അല്ലേ ഗൈസ്, മുഹമ്മദ് ഹാഷിർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. മാത്സിൻ്റെ ചാപ്റ്റർ 1 ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് ആണ് ബ്രോ നമുക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ഇങ്ങനെ അയക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. ഇതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ അയക്കുന്നത്, നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ കഴിഞ്ഞ തവണ വൈഷ്ണവ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മുഹമ്മദ് ഹാഷിർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രോ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് സോൾവ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പിന്നീട് ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ അവൈലബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു PDF ആയിട്ട് ഏതെങ്കിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് മുഴുവനായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 5-6 ഞാൻ സോൾവ് ചെയ്തു, ബാക്കി ഞാൻ കുറച്ചെണ്ണം മൈൻഡിൽ തന്നെ ചെയ്തു. പിന്നെ ഈ ഒരു ചാപ്റ്റർ സെറ്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ നമുക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററൊക്കെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ മുഴുവനായിട്ട് സോൾവ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ വീഡിയോ കറക്റ്റ് ടൈമിൽ പോസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് നൈറ്റിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. സോ ഗൈസ്, ദ ടൈം ഈസ് അബൌട്ട് 6:11 PM. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ ആ ഒരു ഫിസിക്സിൻ്റെ ആ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ. അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രമാത്രമാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു സ്റ്റഡി വ്ളോഗുമായി കാണാം. മിക്കവാറും നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ദിസ് മീ അഭിനവ്. ഡു സബ്സ്ക്രൈബ്.